ഹായ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ കണ്ണൻകുട്ടി ഇതേ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എല്ലാ പ്രാവശ്യവും വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മടിയിലല്ലേ ഇരിക്കാറ്. അപ്പം ഞാൻ പറഞ്ഞു കണ്ണൻ്റെ അടുത്തേ, കണ്ണ മടിയിൽ നിന്നൊക്കെ ഇറങ്ങേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. മടിയിലൊക്കെ ഇനി കുറേ നാളൊന്നും ഇരിക്കാനൊന്നും പറ്റില്ല, വലിയ ചെക്കനൊക്കെ ആയി, ഇനി ഇരിക്കണം, നടക്കണം, ഓടണം എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഞങ്ങളിവിടെ വലിയൊരു സർക്കസ് കഴിഞ്ഞിരിക്കുക. കണ്ണ എവിടെ ഇരുന്ന് സർക്കസ് ചെയ്തേ? എവിടെയായിരുന്നു നമ്മുടെ സർക്കസ്? എവിടെയായിരുന്നു? അവിടെയായിരുന്നു എന്ന്. അപ്പം ഞാൻ കരുതി കണ്ണൻ്റെ കട്ടിലിൽ ഇരുത്തിയിട്ട് ഞാനും അവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇരുത്തിയപ്പോഴൊക്കെ ആൾ നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ റീലൊക്കെ എടുത്തു. നല്ല ഭംഗിയിലൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇരിക്കുന്നത്. കാലൊക്കെ ഇങ്ങനെ കുത്തിയൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് ഇനിയും ഈ പൊസിഷനിൽ തന്നെ അവൻ ഇരുന്നോളും എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ആളവിടെ കിടപ്പായി, കാലൊക്കെ നീട്ടി വെച്ച് അച്ചാച്ചനവിടെ ഭയങ്കര കിടപ്പായി. പിന്നെ ഇവിടെ കണ്ണനീണ്ട് ഇങ്ങനെ നേരെ ഇരിക്കും പറഞ്ഞിട്ട് ഞാൻ 1 മണിക്കൂർ അവനപ്പോൾ അത് കളിയായിട്ടോ, ഭയങ്കര കളിയായി. പിന്നെ ഞാൻ അവനെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അവൻ ചിരിച്ചിട്ടേ കളിയിലേക്ക് കടന്നിട്ട് ആള് ഇഴുകി ഇങ്ങനെ വരാം. അപ്പോഴത്തേ ഞാൻ വയർത്ത് കുളിച്ചു കേട്ടാ അവനെ ഇരുത്താൻ നോക്കിയിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ കസാര വലിയ കുഴപ്പമില്ല, ആള് സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സൈഡിലൊരു സപ്പോർട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ കസേരയുടെ കാലിൻ്റെ ഇവിടെ ഒരു ഓട്ടയുണ്ട്, സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ കണ്ണിന് ഓട്ടയിൽ കൂടെ താഴെ വീഴും. ഇതിൻ്റെ ഉള്ളിലൊരു ഓട്ടയുണ്ടടാ. ഓട്ടയിൽ കൂടെ പോകാനുള്ളതുള്ളൂ, കുഞ്ഞു ചെക്കനല്ലേ. ഓട്ടയിൽ കൂടെ പോയിട്ട് അമ്മ കസേരയുടെ ഓട്ടയിൽ കൂടെ കൈയിട്ട് എടുക്കേണ്ടി വരും. കണ്ണൻ ഇവിടെ ഉണ്ടോ? ഈ ഓട്ടയിൽ കണ്ണൻ ഉണ്ടോ എന്ന് പറഞ്ഞ് തപ്പേണ്ടി വരും. അപ്പൊ കണ്ണൻ ഞാനിവിടെ ഉണ്ടമ്മേ എന്ന് കൈ തരും. അപ്പൊ കൈന്ന് പിടിച്ച് വലിച്ചെടുക്കും. ഓട്ടയ്ക്ക് വീഴോ? എന്നെ നോക്കുക, ഇത്തിരി വണ്ണം കുറഞ്ഞു പോയിന്ന് വെച്ചിട്ട് എന്നെ കളിയാക്കാണല്ലോ കുത്തിരുന്ന്. അമ്മ ഇങ്ങനെ ഗുണ്ടുപണിയായിട്ടിരിക്കണേന്റെ അഹങ്കാരല്ലേ അമ്മക്ക്? അങ്ങനെയല്ലേ വിചാരിച്ചേ? ഞാൻ കുറച്ച് വണ്ണം അങ്ങോട്ട് തരാം, കുറച്ച് വണ്ണം കുറവ് ഇങ്ങോട്ട് തരുമോ? കുറച്ച് വണ്ണം തരട്ടെ? എന്നിട്ടാണോ പറയണേ? കാരണം കാലത്ത് തന്നെ കപ്പലുണ്ട് വായിലിട്ടിട്ടുണ്ട്. വേണ്ട, കാലത്ത് തന്നെ കുറച്ച് കപ്പലണ്ടി എടുത്ത് വായിലിട്ടു. അപ്പം അത് കഴിക്കാന്ന് വെച്ചു. ഇത്തിരി കപ്പലണ്ടി എന്നാ നമുക്ക് വായിലിട്ട് കുറിക്കാൻ തരുമോ? അപ്പം ഇന്ന് നമ്മൾ വന്നേക്കുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണനായിട്ടുള്ള കുറച്ച് സമയം ഞാനിങ്ങനെ അവൻ്റെ മറ്റേ കാലുമ്പോൾ എന്തെങ്കിലും എക്സസൈസൊക്കെ ചെയ്ത് കൊടുക്കാനും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മളെ കൂടെ നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർക്കാനിട്ടിരുന്നിട്ട് വേറെ നിലവിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര സർക്കസായിരുന്നു ഇത്ര നേരം. എക്സസൈസ് ചെയ്യിക്കലാണെങ്കിൽ ഇരുത്താൻ നോക്കലാണെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടേ ആള് സുഖമായിട്ടിരിക്കും. ഞാൻ വയർത്ത് കുളിച്ചു. അപ്പോൾ പറഞ്ഞു എന്ത് വേറെ ഒന്നുമല്ല, കുറേ പേർക്കേ ഇപ്പം നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പെൺകുട്ടി കോണ്ടാക്ട് ചെയ്തു. ആ പെൺകുട്ടിയുടെ കുട്ടി CP ആണ്. അപ്പോൾ കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി. എല്ലാവരും തന്നെ കൈ ഒഴിയാണ്, വ്യത്യാസങ്ങളൊന്നും കാണില്ല. CP കുട്ടികൾക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്ക് വിചാരിക്കുന്ന വ്യത്യാസങ്ങളൊന്നും കാണില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ കൈ ഒഴിയാണ്. ചേച്ചി, എനിക്കൊരു നല്ല ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പെൺകുട്ടിയുടെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ CP കുട്ടികളുള്ള അമ്മമാരുടെ അടുത്താണെങ്കിലും എനിക്ക് പറയാനുള്ള ഒരേ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്കൊരു പനിയും ജലദോഷവും വേറെ എന്തെങ്കിലും അസുഖം, ഇപ്പോൾ ചില അസുഖങ്ങൾ സർജറി ചെയ്താൽ മാറുന്നതുണ്ടായിരിക്കാം. വേറെ വലിയ അസുഖങ്ങളാണെങ്കിൽ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അസുഖത്തിൻ്റെ കാഠിന്യം കുറച്ച് നിർത്താനൊക്കെ പറ്റും, മെഡിസിൻസ് കൊണ്ടും അങ്ങനെയൊക്കെ പറ്റും. പക്ഷെ ഇതൊരു അസുഖമല്ല. ഈ CP അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി, ഓട്ടിസം എന്നൊക്കെ പറയുന്നത് ഒരു അസുഖമല്ല. അതൊക്കെ ഒരു അവസ്ഥയാണ്, നമ്മുടെ ബ്രെയിനിൽ വന്നിരിക്കുന്ന ഒരു ഡാമേജ് കൊണ്ട് നമ്മൾ അങ്ങനെ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ ഒന്ന് വീണു മുറിഞ്ഞു പൊട്ടി അതിന് ട്രീറ്റ്മെൻറ്റ് മരുന്ന് വെച്ചാൽ അവിടെ ഉണങ്ങി അങ്ങനെയല്ല. ഇത് കുറച്ച് സമയമെടുക്കും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചേഞ്ചെങ്കിലും കാണാനായിട്ട്.
ചിലർക്ക് ചിലപ്പോൾ ഒട്ടും ചേഞ്ച് ഉണ്ടായില്ല. എനിക്ക് അറിയുന്ന ഒരുപാട് പേരുണ്ട് 30-35 വയസ്സൊക്കെ ആയിട്ടും കുഞ്ഞുണ്ണികളെ പോലെ നോക്കുന്ന ആളുകൾ. അവരുടെ അമ്മമാരെ അവർ നോക്കുകയാണ്. 30-35 വയസ്സൊക്കെ പെണ്ണുങ്ങളൊക്കെ ഏജുള്ള ആളുകളാണെങ്കിലും കിടന്ന കിടപ്പിൽ കുഞ്ഞു വാവകളെ നമ്മളെങ്ങനെയാണോ കുറുക്കൊക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അങ്ങനെ നോക്കുന്നവരുണ്ട്. അവർക്ക് ആ 30-35 വയസ്സെത്തിയിട്ട് അവർ കുഞ്ഞു വാവകള് ഒരു 6 മാസമൊക്കെ പ്രായമുള്ള കുഞ്ഞു വാവകളുടെ പോലെയാണ് അവർ ജീവിക്കുന്നത്. അപ്പം അത്ര വയസ്സെത്തിയിട്ട് ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്തവരുണ്ട്. ചിലപ്പോൾ നമുക്കൊരു ഏജ് കഴിയുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ്, അതാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ അവർക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾക്ക് ഇപ്പം മെഡിക്കൽ സയൻസിലൊക്കെ ആണെങ്കിലും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ തെറാപ്പികൾ കൊടുക്കുക, ട്രെയിനിങ്ങുകൾ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് നമ്മളുടെ അടുത്ത് പറയുന്നത്. ഇപ്പം ഞാൻ മോന് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും ഇതുവരെ തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു ഫിസിയോതെറാപ്പി വലിയ കുഴപ്പമില്ല. നമ്മളുടെ ബോഡി ടൈറ്റ് ആവാണ്ട് നോക്കും ഫിസിയോതെറാപ്പി കണ്ടിന്യൂസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ. വേറെ ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്തത് കൊണ്ട് കുഞ്ഞ് നടക്കും ഇരിക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ബോഡിയുടെ ആ ടൈറ്റ്നെസ് ഉണ്ടല്ലോ, ആ സ്റ്റിഫ്നെസ് കൂടാതിരിക്കാനായിട്ട് ഫിസിയോതെറാപ്പി എപ്പോഴും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി എന്നൊക്കെ, സ്പീച്ച് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറേ വായയുടെ ഭാഗങ്ങളിൽ ചെയ്യേണ്ട എക്സസൈസുകൾ അവർ പറഞ്ഞു തരും. പിന്നെ സ്പീച്ചിൽ നമ്മൾക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ, ആദ്യം നമുക്ക് ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാവണം. ഇപ്പം ഇതൊരു ചെയറാണെന്ന് എനിക്ക് മനസ്സിലായാലേ ഞാനത് ചെയറല്ലേ കസേര എന്ന് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുള്ളൂ. അപ്പം ഇത് കസേരയാണെന്ന് എനിക്കറിയില്ല, ഞാനിപ്പോൾ എന്തെന്ന് വിളിക്കുക അതിനെ. അപ്പം അതുപോലെ നമ്മൾ ഓരോ സംഭവങ്ങൾ ഇതാണെന്ന് പറഞ്ഞ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം അത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ സ്പീച്ചിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം അവന് ഐഡന്റിഫിക്കേഷൻ ഓക്കെയാണ്, എല്ലാ കാര്യങ്ങളും അവന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പം അവനറിയാം ഇന്ന സാധനങ്ങളാണിതെന്ന് അവനറിയാം. ഇനിയാണ് സംസാരം എന്നുള്ളത്. നമ്മൾ ആദ്യം ഒബ്ജക്റ്റുകൾ മനസ്സിലാക്കാണല്ലോ വേണ്ടത്. അപ്പം അതൊക്കെയാണ് ആൾക്ക് എല്ലാം അറിയാം. ഇപ്പം ഇതൊരു കസാരയാണെന്ന് മനസ്സിലാക്കിയാലാണല്ലോ നമുക്കത് കസാര എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്താ സാധനം എന്ന് അറിയാതെ എനിക്കതിനെ ഒന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള എല്ലാ ഒബ്ജക്റ്റുകളും എല്ലാ സംഭവങ്ങളും ആൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയാണ് സംസാരം എന്നുള്ളൊരിതിലേക്ക് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് കണ്ണൻ്റെ ഈ ഇവിടെയുള്ള ഞരമ്പുകളും ഒക്കെ തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ അതാണ് ആൾക്ക് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസണായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. അന്ന് അസുഖം വന്നപ്പോഴേ ഇവിടുത്തെ ഞരമ്പുകളൊക്കെ തളർന്നു പോയെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എനിക്കറിയില്ല. നമ്മളിങ്ങനെ സംസാരിച്ചും എല്ലാവരും സ്പീച്ച് തെറാപ്പിസ്റ്റുകളാണെങ്കിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ കുട്ടികൾ സംസാരിക്കാത്ത കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അവരോട് സംസാരിച്ചും കൊണ്ടിരിക്കുക. അത് അവരുടെ മൈൻഡ് മനസ്സിലാക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ മെൻ്റലി അവരത് മനസ്സിലാക്കും. പക്ഷേ അത് പുറത്തേക്ക് വരാത്തതിൻ്റെ റീസൺ എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. കുറേ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്, നമ്മൾക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റുകളൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നിട്ടും സൗണ്ട്സൊക്കെ വരുന്നുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ വേറെ ഒന്നും അങ്ങോട്ട് വരുന്നില്ല. പിന്നെ ഒക്യുപ്പേഷണൽ തെറാപ്പി ആണെങ്കിൽ നമ്മുടെ കൈയുടെ ഫങ്ഷൻസും കാര്യങ്ങളും, കൈ കൊണ്ടൊരു സാധനം പിടിക്കുക, പേന പിടിക്കുക, എഴുതാൻ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് കടന ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാലുണ്ടല്ലോ അവൻ്റെ ടൈറ്റ്നെസ് ആണ്. ബോഡി ഭയങ്കര ടൈറ്റാണ്. നമ്മളൊരു സാധനം കൊടുക്കുമ്പോഴേക്കും അവളിങ്ങോട്ട് ബലം പിടിച്ചിങ്ങനെ എന്തോ നോർമലല്ല അവൻ്റെ പിടുത്തം. അപ്പം അത് ടൈറ്റ്നെസ് ആണ്. ഇപ്പോൾ കണ്ടില്ലേ എന്തൊരു ഡീസൻ്റ് ആയിട്ടിരിക്കണം നോക്കിയേ, അടങ്ങി ഒതുങ്ങി. അത് ഒന്ന് പുറത്തേക്ക് ഈ അറിയത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയേ, ഇതൊന്നും അല്ല കണ്ണൻ വേറെ ഒരാളാവും. അപ്പം മറ്റേ ആള് കയറും നഗവല്ലി. അങ്കണമാം മൗലി മണി എന്ന് പറഞ്ഞ് രാമനാഥൻ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവരും കണ്ണന് അല്ല കണ്ണ. അപ്പം മറ്റേ നഗവല്ലി കയറും. അപ്പം അങ്ങോട്ട് കിടന്ന് ഇങ്ങനെ തല പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം കളിയാക്കിയിട്ട് പറഞ്ഞിട്ട് വെറുതെ ആൾക്ക് ഇഷ്ടം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നഗവല്ലിയുടെ കണ്ണൻ്റെ നേരത്ത് കയറിയ നാഗവല്ലി മുറത്തുണ്ട്, അവിടെ നിൽക്കുക. അങ്ങോട്ട് പോകുമ്പോഴാണല്ലോ നാഗവല്ലി വരാന്ന് പറഞ്ഞത്. അപ്പൊ നാഗവല്ലി എവിടെയാ? ഫ്രണ്ടില്. അല്ലേ? അവിടെ പോകുമ്പോഴല്ലേ നാഗവല്ലി കയറുന്ന് പറഞ്ഞേ. നാഗവല്ലി അവിടെ ഉണ്ടല്ലേ. ഞാനാ എന്നെ നോക്കണേ. നാഗവല്ലി കേറണ. അപ്പൊ നമ്മളെ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല. കണ്ണൻ്റെ അടുത്ത് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ പറയാൻ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേ
പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ വീഡിയോസുകളിലൊക്കെ പലരും വന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങും. അപ്പോൾ തുടങ്ങിയോ, ഇനി തുടങ്ങാതിരിക്കരുത്, ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്തോളോ, തുടങ്ങിയെങ്കിൽ തന്നെ ഏതാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കമൻസിലും ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണലി എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്. അപ്പം അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ട്രീറ്റ്മെൻറ്റുകളൊന്നും അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണെങ്കിലോ എവിടെയാണ് ചികിത്സിക്കുന്നതെന്നോ ഒന്നും തന്നെ എനിക്ക് പബ്ലിക്കിൻ്റെ മുൻപിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പേഴ്സണലി ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ പോലും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളത് കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. വ്യത്യാസം ഉണ്ടാവുമോ ഉണ്ടാവില്ലോ ഒന്നും നമ്മൾക്കറിയില്ല. പക്ഷേ നമ്മൾ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊടുത്താലാണല്ലോ നമ്മൾക്ക് വ്യത്യാസം ഉണ്ടാവാമെന്നൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടാവുള്ളൂ. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് കാണാൻ നോക്കിയാവുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം ഈശ്വരൻ്റെ കയ്യിൽ അല്ലേ, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ല, ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റുകളില്ല. ആരെന്ത് പറഞ്ഞാലും അവിടേക്ക് ഞാൻ കൊണ്ടുപോകും. അതിപ്പോൾ ആശുപത്രികളിൽ നിന്ന് മാത്രമല്ല, അമ്പലങ്ങളും പള്ളികളും ഒക്കെ നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിലേക്ക് വരാനുള്ളതൊക്കെ എപ്പോഴാണെങ്കിലും വരും. അനുഭവിക്കാനുള്ള വിഷമങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും അത് നമ്മളിങ്ങനെ പടച്ചു വിട്ട സമയത്ത് നമ്മൾ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അനുഭവിക്കണം, അല്ലെങ്കിൽ ഈ സന്തോഷങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കണം, അല്ലെങ്കിൽ ഈ വിഷമങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കണം. അതൊക്കെ നമ്മൾ അനുഭവിച്ച് മറിഞ്ഞ് മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങൾ കടന്നു വരുന്നതും ഒക്കെ മുൻകൂട്ടി പ്ലാൻഡ് ആണ്, നമ്മൾക്കല്ലെന്ന് മാത്രം. ഒരാൾ പ്ലാൻ ചെയ്തിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ അയാൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ ആ നിയോഗം അനുസരിച്ചിട്ടേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുള്ള ബലമായിട്ട് ഈശ്വരൻ നമുക്ക് തരാണെങ്കിൽ തരട്ടെ. അത്രേ എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഈ 10 വർഷത്തിനിടയിൽ ഞാൻ കൊണ്ടുപോടാത്ത സ്ഥലങ്ങളില്ല, ഞാൻ ചെയ്യാത്ത കാര്യങ്ങളില്ല, ഞാൻ പ്രാർത്ഥിക്കാത്ത ഈശ്വരന്മാരില്ല, ദൈവങ്ങളില്ല, അമ്പലങ്ങളില്ല, പള്ളികളില്ല, ഒന്നുമില്ല. അപ്പം ഇനി നമുക്കൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുക്കാനേ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതിന് മാക്സിമം നമ്മൾ ചെയ്തു, ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, ഇനി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയുള്ളതൊക്കെ ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആരെൻ്റെ അടുത്ത് ഇനി വന്ന് ട്രീറ്റ്മെൻറ്റ് എന്താണ് എവിടെയാണെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ആരും പ്രതീക്ഷിക്കേണ്ട. ഞാൻ പറയില്ല എന്നുള്ളത് വാശിയും അങ്ങനെയൊന്നും അല്ല കേട്ടോ, അതിന് ആവശ്യമില്ല. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റിസൾട്ട് കിട്ടുകയാണെങ്കിൽ റിസൾട്ടിൽ കൂടെ തന്നെ നിങ്ങൾക്കറിയാം ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അത് ഇമ്പ്രൂവ്മെൻ്റ് ആണോ അതോ വ്യത്യാസങ്ങളൊന്നുമില്ല ഒക്കെ നിങ്ങൾക്ക് കാണാൻ ലൈവാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും വീട്ടിലെ വിശേഷങ്ങളാണെങ്കിലും ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഒക്കെ ഞാൻ നിങ്ങളെ ആയിട്ട് ഷെയർ ചെയ്യും, പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇത്തരം കാര്യങ്ങൾ എനിക്കെന്തോ പബ്ലിക്കിനോട് പറയേണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഒരുപാട് തെറ്റുകൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതുപോലെ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കാനും കണ്ണൻകുട്ടിയോട് ഭയങ്കര ഗമയല്ല കേട്ടോ. നിങ്ങളോടൊരു ടാറ്റ ബൈ ബൈ പറയാൻ പറഞ്ഞാൽ ഇപ്പോൾ പറയൊന്നുമില്ല, കുറിയൊക്കെ തൊട്ട് കുളിച്ച് ഭയങ്കര ഗമയിലിരിക്കുകയാണ്. ടാറ്റ പറഞ്ഞേ. കൈ ടാറ്റ പറയാമെന്ന് വിചാരിച്ച് കൈ എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഒന്ന് പൊക്കിയേ, കൈ പൊക്കിയേ, പൊക്കിയേ മാവ, കൈ പൊക്കിയേ. കൈ കാണാവോ അവർക്ക്? കൈ പൊക്കിയേ മാവേ, കൈ പൊക്കിയേ. പൊന്ത് ഇങ്ങോട്ട്. ഇങ്ങനെ പിടിക്കാണ്ട് ഇങ്ങോട്ട് കൊണ്ടാ. ഞാനെടാ ഐ ലവ് യു എന്ന് കാണിച്ചിരിക്കുന്ന കൈ, നിങ്ങനെ ഇരിക്കുന്ന കൈ. ഐ ലവ് യു എന്നാ എന്നോടാണ്. എന്താ കൈ ഇങ്ങനെ വെച്ചാണ്? എന്തങ്ങനെ? ഇതെന്തത് കഥ? അങ്ങനെ ഇവനെന്ത് ഐ ലവ് യു എന്ന് പിടിച്ചിരിക്കുന്നത്? പോയാ കൈ പൊക്കിയാ നോക്കട്ടെ. ഇല്ല, അവന് ഭയങ്കര ഗമയാവും, കൈയൊന്നും പൊക്കില്ല, ഭയങ്കര വലിയ ആളായി പോയില്ലേ, കസേരയിലേക്ക് എല്ലാം ഇരുത്തി. വലിയ ആളായി പോയില്ലേ. പറ്റുമെങ്കിൽ ഒന്ന് പൊക്കിക്കോ. ഉറക്കം വന്നിട്ട് രക്ഷയില്ല കേട്ടോ. ഈ നേരത്ത് ഭയങ്കര ഉറക്കം വരില്ല. ഒരു കാലത്ത് കുളി കഴിയുമ്പോഴേ ആൾക്ക് നല്ല സുഖം. ആൾക്ക് 2 ദിവസമായിട്ട് ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വിഷയമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓക്കെ ആയിട്ടോ. അപ്പൊ അതിന്റെ ഒരു ക്ഷീണമൊക്കെ ആൾക്ക് ഇത്തിരി ഉണ്ട്, എന്നാലും ഓക്കെയാണ്, ആൾ ഉഷാറാണ്. ടാറ്റാ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. കൈ ഞങ്ങൾ നോക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നില്ല, അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുക.
ഞാൻ കണ്ണനെ കളിയാക്കണതല്ലാട്ടോ അതൊന്നും ആരും അങ്ങനെയൊന്നും വിചാരിക്കരുതട്ടെ. കണ്ണനെ കളിയാക്കണമെന്ന് അല്ലെങ്കിൽ കണ്ണനാക്കിയ അത് അവന് ഇഷ്ടമാണ്, അത്തരം വർത്താനങ്ങൾ അവന് ഇഷ്ടമാണ്. അപ്പൊ അത് കണ്ട അത് അങ്ങനെ പറയുമ്പോ കൈ പോരണില്ല, മരിച്ചിട്ടേ ഇവിടെ ഒട്ടിപ്പിടിച്ചു ട്രൗസറിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുക. കുറെ വലിച്ചു നോക്കി നടക്കണില്ല. നാളെ എന്തെങ്കിലും ഞങ്ങൾ വലിച്ചെടുക്കാട്ടെ കൈ, എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് ടാറ്റ ബൈ ബൈ പറയാം. ഓക്കെ? ഇഷ്ടായി അങ്ങനെ പറയുന്നത് ഇഷ്ടമാണ്. അവനവൻ എന്തെങ്കിലും ഇങ്ങനെ കളിയാക്കിയൊക്കെ സംസാരിക്കുന്നത് അല്ലാണ്ട് ഞാൻ കണ്ണനെ കളിയാക്കുന്നതല്ലാട്ട് ആരും അങ്ങനെയൊന്നും വിചാരിക്കില്ലേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.